കൊല്ലത്ത് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി പോലീസുകാരനെ മർദ്ദിച്ചു. കുണ്ട്ര പോലീസ് സ്റ്റേഷനിലെ CPO ആയ റിയാസിനെയാണ് തെക്കുംഭാഗം സ്വദേശിയായ സന്തോഷ് എന്ന് ആക്രമിച്ചത്. മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളൊന്ന് കാണിച്ചു തരാം. 24 കിട്ടിയ ദൃശ്യങ്ങളാണ് അതൊക്കെ. ിലെ വിലങ്ങുവെച്ച പ്രതിയാണ് നമ്മുടെ CPO പോലീസുകാരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് കുണ്ട്ര പോലീസ് സ്റ്റേഷൻ നടന്ന ദൃശ്യമാണ്. ഈ ചവറ തെക്കുംഭാഗം സ്വദേശിയായ പ്രതി സന്തോഷാണ് ഈ CPO റിയാസിനെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇയാൾക്ക് എനിക്കൊന്ന് പോലീസുകാരൊന്നൊരു വിഷയമല്ല, പോലീസ് സ്റ്റേഷനിലാണ് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നാണെന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് കാര്യം അദ്ദേഹത്തിന് ചെറിയൊരു പരിക്കും ഈ CPOയ്ക്ക് ഏറ്റിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇത് തള്ളിപ്പറയുക തന്നെ വേണം, ഇതിനെ അപലപിക്കുകയും വേണം. കാരണം ഈ പോലീസുകാരുടെ സുരക്ഷയൊക്കെ സമൂഹത്തിൻ്റെ ധാർമ്മിക ബാധ്യതയാണ്. ഇപ്പോൾ സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്നും ടെലിഫോണിൽ ചേരുകയാണ്. സുജിത്തെ, കൂടുതൽ വിവരങ്ങൾ എന്താണ് നമുക്ക് ലഭിച്ചത്? ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ അവിടെ ഒരു വിവാഹ ചടങ്ങ് ഉണ്ടായിരുന്നു കുണ്ട്രയിൽ. ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് ഒരു യുവതിയോട് സന്തോഷ് അപമര്യാദയായി പെരുമാറിയത്. ഇവർ വിളിച്ചറിയിച്ചതിനനുസരിച്ച് സന്തോഷിനെ കുണ്ട്ര പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സ്റ്റേഷനിൽ എത്തിച്ചതോടുകൂടി ഇയാൾ മദ്യലഹരി പോലീസിനോട് വളരെ മോശമായി സംസാരിക്കുകയും SHO അടക്കമുള്ളവർക്ക് മേൽ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ഉണ്ടായി. അതിനുശേഷമാണ് ഇയാളെ വിലങ്ങ് വെച്ച് കുണ്ട്ര പോലീസ് സ്റ്റേഷൻ കുണ്ട്രയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് വൈദ്യ പരിശോധന എത്തിച്ചത്. അവിടെ വെച്ചാണ് ഇയാൾ CPO ആയ റിയാസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ റിയാസിന്റെ കൈക്ക് മുറിവേൽക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച മറ്റൊരു പോലീസുകാരനെയും ആക്രമിച്ചു. ഈ സ്ത്രീകൾക്കെതിരായ അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കൂടാതെ ഇപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരനെ മർദ്ദിച്ചതടക്കമുള്ള വകുപ്പുകൾ കൂടി ചേർത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. നടപടികൾ പൂർത്തിയാക്കി എന്തായാലും ഇന്ന് തന്നെ ഇയാളെ കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, സുജിത് സുരേന്ദ്രനാണ് കൊല്ലത്തു നിന്നും ടെലിഫോണിൽ ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.